നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. കാട്ടാക്കട ടൗണിൽ ടൺ കണക്കിന് മാലിന്യ നിക്ഷേപം കണ്ടെത്തി. കാട്ടാക്കടയിൽ നിന്ന് RTO ഓഫീസിലേക്ക് പോകുന്ന റോഡിൽ പണ്ടുകാലത്ത് മൊളിയൂർ കുളമായിരുന്ന സ്ഥലത്താണ് അജൈവ മാലിന്യം കണ്ടെത്തിയത്. 1 ടണ്ണിലധികം വരുന്ന പ്ലാസ്റ്റിക് അവിടുന്ന് മാറ്റിയതായും 10-ലധികം വ്യാപാര സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും വിവരങ്ങൾ ലഭിച്ചതായും കണ്ടെത്തിയവർക്കെല്ലാം തന്നെ 50,000 രൂപ പിഴ ഈടാക്കുന്ന നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറും പറഞ്ഞു. ഹരിതകർമ്മസേന എല്ലാ വാർഡുകളിലും വീടുകളിലും പോയി പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന പദ്ധതി ഉണ്ടെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഈ പദ്ധതിയിൽ സഹകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കാട്ടാക്കട പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ മാലിന്യ നിക്ഷേപം കണ്ടെത്തുകയും പിഴ ഈടാക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഇന്നത്തെ പരിശോധനയിൽ കണ്ടെത്തിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി സൂചിപ്പിച്ചു. നമുക്ക് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ ഓരോ വാർഷിക പദ്ധതിയിൽ ഏകദേശം 40 ലക്ഷത്തിന് മേളിൽ വരുന്ന തുക ഹരദ്രവ മാലിന്യങ്ങളുടെ സംസ്കരണത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. നമുക്കിപ്പോൾ 21 വാർഡുകളാണുള്ളത്. 21 വാർഡുകളിൽ നമ്മൾ മിനി MCF സ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന് ആമച്ചൽ എന്ന് പറയുന്ന വാർഡിൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന പഞ്ചായത്ത് തല MCF നിലവിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ 21 വാർഡുകളിലും പൊതുജനങ്ങൾക്ക്, അതായത് ഇപ്പോൾ നമുക്ക് റോഡ് സൈഡുകളിൽ ലിറ്റർ ബിൻ, അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം നിക്ഷേപിക്കുന്നതിനുള്ള ലിറ്റർ ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൗകര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടും എല്ലാ കടകളിലും, അതായത് എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളിലും എല്ലാ വീടുകളിലും ഹരിതകർമ്മസേന മാസത്തിൽ 1 പ്രാവശ്യം കൃത്യമായി ചെന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഈ സംവിധാനമെല്ലാം വളരെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നു എങ്കിലും ഇപ്പോഴും ഒരു വിഭാഗം ആൾക്കാരുടെ മാനസികാവസ്ഥ മാറിയിട്ടില്ല. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ കാട്ടാക്കട മൊളിയൂർ റോഡ്, ആ മൊളിയൂർ റോഡിൽ RTO ഓഫീസിന് സമീപത്ത് കുറേ പ്ലാസ്റ്റിക് മാലിന്യം വളരെ അലക്ഷ്യമായി, പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി ആ റോഡ് സൈഡിൽ RTO ഓഫീസിലോട്ട് കയറുന്നതിൻ്റെ ആ ഭാഗത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഒരു പരാതി, ടെലഫോൺ മുഖേന ഒരു പരാതി ലഭിച്ചു. ആ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിട്ട് പരിശോധിച്ചപ്പോൾ നമ്മുടെ കാട്ടാക്കട ടൗണിൽ തന്നെയുള്ള ഒരു വ്യാപാര വാണിജ്യ സ്ഥാപനത്തിൻ്റെ, അതായത് ഒരു ബേക്കറിയാണ്, അവരുടെ മാലിന്യങ്ങളാണ്, അവരെ സംബന്ധിക്കുന്ന ലെറ്ററുകളും ആ കടയെ സൂചിപ്പിക്കുന്ന സൂചകങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് നിന്ന് ലഭിച്ചു. അങ്ങനെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കടയുടെ ഓണർക്ക് നോട്ടീസ് കൊടുത്തു. സ്വാഭാവികമായും നിലവിലുള്ള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരവും പൊതുജനാരോഗ്യ നിയമപ്രകാരവും നമുക്ക് 50,000 രൂപ വരെ പൊതുനിരത്തിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഫൈൻ ചെയ്യാം. ആ പ്രൊവിഷൻ പ്രകാരം നമ്മൾ 25,000 രൂപയാണ് ഫൈൻ ചുമത്തിയത്. 25,000 രൂപ ഫൈൻ ചുമത്തിക്കൊണ്ട് നോട്ടീസ് നൽകിയ ഉടനെ തന്നെ കടയുടെ ഓണർ പഞ്ചായത്തിലേക്ക് വന്നു. ഇന്നലെ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കടയുടെ മുന്നിൽ ഒരു വലിയ ബാസ്ക്കറ്റിൽ ഈ ഡ്രിങ്ക്സ് ഐറ്റംസ് ഉണ്ട്, പെപ്സി, കൊക്കക്കോള പോലെയുള്ള ഡ്രിങ്ക്സ് ഐറ്റംസിൻ്റെ ആ ബോട്ടിൽ അതിനകത്ത് നിക്ഷേപിക്കും ആൾക്കാർ. ഈ ബോട്ടിൽ ആക്രി വിൽപ്പന നടത്തുന്ന ആൾക്കാർ വന്നത് കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്യുന്നവർ അതെടുക്കുന്നതോടൊപ്പം തന്നെ ഈ കടയിലെ അജൈവ മാലിന്യങ്ങൾ കൂടെ അവരെടുത്തോണ്ട് പോയി സുരക്ഷിതമായി സംസ്കരിക്കുമെന്ന് പറഞ്ഞാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷെ അവർ കൊണ്ടുപോയി ഇവിടെ നിക്ഷേപിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ശരി, അപ്പം യഥാർത്ഥത്തിൽ കുറ്റവാളി നിങ്ങൾ തന്നെയാണ്, കടക്കാരൻ തന്നെയാണ്. എടുത്തോണ്ട് പോയ ആളിനെ സംബന്ധിച്ച് നിങ്ങൾ കൊടുത്ത ആളിനെ സംബന്ധിച്ച് നമുക്ക് പ്രശ്നമല്ല. ഇത് ആരുടേതാണ് ഈ വേസ്റ്റ്? നമുക്കറിയാം, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് സർക്കാർ ഈ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി 2016 മുതൽ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവമോ അജൈവമോ ആയ മാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിക്കുന്നുണ്ട് എന്ന് ഞാനാണ് ഉറപ്പുവരുത്തേണ്ടത്. അത് ഓരോ വ്യക്തിയുമാണ് ഉറപ്പുവരുത്തേണ്ടത്. സ്വാഭാവികമായും ഞാൻ പറഞ്ഞു, ഫൈനൽ ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല.
നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്കെതിരെ FIR ഇട്ട് കേസെടുക്കുന്നതിന് പോലീസിന് കത്ത് കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാലിന്യം മൊത്തം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ അവിടെ നിന്ന് മാറ്റണം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഹരിതകർമ്മസേനയ്ക്ക് അവർ 3000 രൂപ അവർ കൊടുത്തു. കൊടുത്ത് അവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യം മൊത്തം ഇന്ന് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അവിടെ നിക്ഷേപിച്ചിരുന്ന മാലിന്യം മൊത്തം ഹരിതകർമ്മസേന MCFലേക്ക് മാറ്റി. ഈ പഞ്ചായത്തിൽ കൊടുക്കാനുള്ള 25,000 രൂപ അവർ ഇന്ന് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൈസ കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത പ്രോസിക്യൂഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. മുളിയൂർ റോഡിൽ അനധികൃതമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ജൈവ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു പരാതി കിട്ടി പരിശോധന നടത്തിയതാണ്. പരിശോധനയിൽ 10 കൂടുതൽ സ്ഥാപനങ്ങളുടെയും കടകളുടെയും ലിസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുണ്ടാവും. ഫൈൻ ഉൾപ്പെടെ 5,000 മുതൽ 50,000 രൂപ വരെ ഫൈൻ ഈടാക്കാനുള്ള വകുപ്പുണ്ട്. ഫൈൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ തന്നെ പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണ്. പിന്നെ ഇനി മുതൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ സകല സ്ഥലങ്ങളിലും ഞങ്ങൾ ഇതുപോലെ പരിശോധന നടത്തി ആളെ കണ്ടുപിടിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്.